കേസ് കൊടുത്താൽ ക്യാഷ് കിട്ടുമോ? ഹൈറിച്ചിലുള്ള ചിലർ ചിന്തിക്കുന്നതും നെഗറ്റീവ് ഗ്രൂപ്പിന്റെ നേതാക്കന്മാർ നിരന്തരം പ്രേരണ ചെലുത്തുന്നതുമായ കാര്യമാണ് മുടക്കിയ ക്യാഷ് തിരിച്ചു കിട്ടാൻ ഹൈറിച്ച് കമ്പനിക്കെതിരെ കേസ് കൊടുക്കുക എന്നത്. എന്നാൽ ഇങ്ങനെ കേസ് കൊടുത്താൽ ക്യാഷ് തിരിച്ചു കിട്ടുമോ? ഉത്തരം ഇല്ല എന്നതാണ്. എന്തുകൊണ്ടാണ് ക്യാഷ് ലഭിക്കില്ല എന്ന് പറയുന്നത്? നമ്മൾ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്താൽ സാധാരണഗതിയിൽ അവർ അത് പരിശോധിച്ച് ഒരു പ്രാഥമിക അന്വേഷണം നടത്തും. ഇതിൽ വല്ല കഴമ്പുണ്ടോ എന്നറിയാം. അതിനുശേഷം 420 IPC ചീറ്റിംഗ് എന്ന വകുപ്പിട്ട് FIR രജിസ്റ്റർ ചെയ്യും. അതിനുശേഷം അന്വേഷണം നടത്തി 90 ദിവസത്തിനുള്ളിൽ ഫൈനൽ റിപ്പോർട്ട് കുറ്റപത്രം ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ കോടതിയിൽ സമർപ്പിക്കേണ്ടതുണ്ട്. അവിടെ വാദം ആരംഭിക്കും. കേസ് കൊടുത്ത വ്യക്തിക്ക് വേണ്ടി ഗവൺമെന്റ് വക്കീലും APP കമ്പനിക്ക് വേണ്ടി പ്രതിഭാഗം വക്കീലും ഹാജരാകും. ഈ കേസ് നിഷ്പ്രയാസം തള്ളിപ്പോകും. കാരണം പൈസ തരാതെ കമ്പനി വഞ്ചിച്ചു എന്നാകുമല്ലോ കുറ്റാരോപണം. കൃത്യമായി പേ ഔട്ട് കൊടുത്ത ഡീറ്റെയിൽസ് കമ്പനിയുടെ പക്കലുണ്ട്. അത് സ്വീകരിച്ചതിന് പരാതിക്കാരന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് തന്നെ തെളിവാണ്. പിന്നെ എപ്പോഴാണ് കമ്പനി ക്യാഷ് കൊടുക്കാതെ വഞ്ചിച്ചത്? അത് ഡിസംബർ 2023 മുതൽ എന്തുകൊണ്ടാണ് അന്നു മുതൽ ക്യാഷ് കൊടുക്കാത്തത് എന്ന് ചോദിച്ചാൽ അത് കോടതി ഉത്തരവ് പ്രകാരം കമ്പനിയുടെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചത് കൊണ്ടാണ് എന്ന സത്യം കോടതിയെ കമ്പനി ബോധിപ്പിക്കും. അതോടെ ആ കേസ് അവിടെ തീരും. ഇവിടെ പരാതിക്കാരന് പണം കിട്ടിയോ? ഇല്ല. ഇതുവരെ പരാതിക്കാരന് കേസ് നടത്തുന്നതിന് ചെലവ് വന്നിട്ടില്ല. കാരണം പോലീസ് കേസ് ആയതിനാൽ വാദിച്ചത് ഗവൺമെന്റ് വക്കീലാണ്. ഇവിടെ പരാതിക്കാരന് സെഷൻസ് കോടതിയിൽ അപ്പീലിന് പോകണം എന്ന് കരുതുക. പിന്നെ ഹൈക്കോടതിയിലും അവിടെയും വിജയിച്ചില്ലെങ്കിൽ സുപ്രീം കോടതിയിലും. അപ്പോൾ ആ പരാതിക്കാരന് വേണ്ടി ഇവിടെയൊക്കെ ആര് വാദിക്കും? ഗവൺമെന്റ് വക്കീലോ? ഒരിക്കലുമല്ല. ഏറ്റവും താഴത്തെ കോടതിയായ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് കേസ് തള്ളിയാൽ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥൻ അപ്പീലിന് സ്കോപ്പ് ഉണ്ടോ എന്ന് APPയോട് ഉപദേശം ആരായും. അവിടെ നിന്നുള്ള റിപ്പോർട്ട് നോ സ്കോപ്പ് എന്നായിരിക്കും. അതോടെ പോലീസ് ഫയൽ മടക്കും. എന്നാൽ പരാതിക്കാരന് സുപ്രീം കോടതി വരെ അപ്പീലിന് പോകാൻ സാധിക്കും. പക്ഷെ സ്വന്തം കയ്യിൽ നിന്ന് ക്യാഷ് എടുത്ത് വക്കീലിനെ വെക്കണം. എന്നിട്ട് ഈ കേസ് ജയിക്കുമോ? ഒരിക്കലുമില്ല. 1 ലക്ഷം മുടക്കിയവന് കേസ് നടത്തി 10 ലക്ഷത്തിലധികം പോകും. അത്ര തന്നെ. ഒരു സാധ്യതയില്ലെങ്കിലും ആ വ്യക്തി മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് കേസ് ജയിച്ചു എന്ന് കരുതുക. അതായത് ഹൈറിച്ച് MDയും CEOയും കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയെന്ന്. അപ്പോൾ എന്ത് സംഭവിക്കും? കമ്പനി അപ്പീലിൽ പോകും. ഇനി അപ്പീൽ കോടതികളും ഹൈറിച്ച് ഉടമകൾക്ക് എതിരായി വിധിച്ചു എന്ന് കരുതാം. അപ്പോൾ അയാളുടെ പണം തിരിച്ചു കിട്ടുമോ? ഒരിക്കലുമില്ല. 420 IPC പ്രകാരം കുറ്റം തെളിഞ്ഞാലും തടവും പിഴയുമാണ് വിധിക്കുക. ഈ വിധിക്കെതിരെ കമ്പനി ഉടമകൾക്ക് അപ്പീലിന് പോകാം. മേൽക്കോടതിയിൽ എത്തിയാൽ സാധാരണഗതിയിൽ ശിക്ഷ വീണ്ടും കുറയ്ക്കും. ഫലത്തിൽ കേസ് ഒന്നുമില്ലാതെ അവസാനിക്കും. പരാതിക്കാരൻ ധനനഷ്ടം, സമയനഷ്ടം എന്നിവ മാത്രം ബാക്കി. ഈ കാര്യം നെഗറ്റീവ് ഗ്രൂപ്പുകാർക്ക് അറിയുമോ? തീർച്ചയായും അറിയാം. പിന്നെ എന്തിനാണ് അവർ കേസ് കൊടുക്കുന്നത് പ്രേരിപ്പിക്കുന്നത്? ഹൈറിച്ച് കമ്പനി തിരിച്ചു വരുന്നത് പരമാവധി വൈകിപ്പിക്കണം. അതിന് ഉപയോഗിക്കാൻ പറ്റിയ ഇരകളാണ് ഹൈറിച്ചിലെ വരുമാനം മുടങ്ങിയ പാവപ്പെട്ടവർ. അതവർക്ക് നന്നായി അറിയാം. കമ്പനി വേഗം തിരിച്ചു വന്നാൽ എല്ലാവരും ക്യാഷ് കിട്ടുമെന്ന് ഹൈറിച്ചിലുള്ളവർക്ക് പുറത്തുള്ളവർക്കും നെഗറ്റീവ് ഗ്രൂപ്പുകാർക്കും അറിയാം. എന്നിട്ടും കമ്പനി തിരിച്ചു വരാതിരിക്കാൻ ലക്ഷങ്ങൾ വാരിയെറിയുന്ന ഈ മാലാഖമാരുടെ മുഖം മൂടി അടിച്ച് ചെകുത്താൻ 1000 രൂപ പോലും കയ്യിലെടുക്കാൻ കഴിയാത്തവന്റെ കണ്ണീര് വിറ്റ് ഗെയിം കളിക്കുകയാണ്. തിരിച്ചറിയുക ഈ സാമൂഹ്യ വിരുദ്ധരെ.